നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ സ്മരണ പുതുക്കി പ്രേമം 2025. പ്രേം നസീർ ഫൗണ്ടേഷനാണ് തൈക്കാട് ഗാന്ധി ഭവനിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജനം ടിവി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ, മേനക സുരേഷ്, ജഗദീഷ്, പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അനശ്വര നടൻ പ്രേം നസീറിന്റെ 36ാമത് സ്മൃതിദിനം തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി സ്മാരകത്തിൽ വൈകിട്ട് 6 മണിക്ക് പ്രേം നസീർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പ്രേമം സ്മൃതി 2025 മലയാളത്തിന്റെ നിത്യഹരിത നായകന്റെ ഓർമ്മകൾ പങ്കുവച്ച് സാംസ്കാരിക സമൂഹം. ജനം ടിവി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ, മേനക സുരേഷ്, സിനിമാ നടൻ ജഗദീഷ്, പ്രേംകുമാർ എന്നിവർ പങ്കെടുത്തു. ഇവർ തമ്മിൽ ഇന്ന് സംസാരിക്കുന്ന പഴയ കാര്യങ്ങൾ നോക്കി എല്ലാവരും എപ്പോഴും പോയിട്ട് മസേല വെച്ച് സാറിനൊപ്പം ഇതേവരൊപ്പം ഒഴിക്കുക. ഇത് ഇതുപോലുള്ള മഹാരഥന്മാരുമായിട്ട് കാണാനും സംസാരിക്കാനുള്ള ഒരു വലിയൊരു ഭാഗമാണ് ഭാഷയെ കുറിച്ച് പരിചയപ്പെട്ട അദ്ദേഹം നമ്മുടെ സിനിമകൾ അഭിനയിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെടാൻ ഒക്കെ സാധിച്ചു. അത് കാണുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഒരു ചേഞ്ച് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ മലയാള സിനിമയും അന്നത്തെ സിനിമയും തമ്മിൽ അതേ വ്യത്യാസം. പ്രേമം സ്മൃതിയുടെ ഉദ്ഘാടനം സിനിമാ നടൻ ജഗദീഷ് നിർവഹിച്ചു. 36 വർഷം കഴിഞ്ഞിട്ടും ഒരു നെഗറ്റീവ് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തിയുടെ പ്രാധാന്യം. ഒരു വലിയ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ വർഷവും ഇതേപോലെ അദ്ദേഹത്തിന്റെ പ്രത്യേകത സദ്ഗുണങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് പരിപാടികൾ സാറുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അനുസ്മരണ ചടങ്ങിനോടൊപ്പം പ്രേം നസീർ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേളയും നടന്നു. ജനം, തിരുവനന്തപുരം.